നമുക്ക് നമ്മളുടെ ആ ഒരു എലിമിനേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് പോകണം. എന്താണ് ഷാനിക്ക, നമ്മൾ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടും ഈ ഒരു ഷോയുടെ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ടുമാണ് ഇങ്ങനൊരു എലിമിനേഷൻ പ്രോസസ്സ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരിക്കലും ഈ മാർക്സ് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസിഷൻ കൊണ്ടോ എലിമിനേഷൻ കൊണ്ടോ ഒന്നും വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വേണ്ടത് പേഷ്യൻസ് വേണം. ഇപ്പോഴത്തെ പലരിലും ഞാൻ കാണാത്തൊരു കാര്യമാണ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ക്ഷമ. ഒന്ന് ശരിയായില്ലെങ്കിൽ അപ്പം തന്നെ ഡൗണായി നിലവിളിക്കുന്ന ഒരു പരിപാടി ഒരിക്കലും ലൈഫിൽ ചെയ്യരുത് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്നത് ദൈവം കണ്ടു കഴിഞ്ഞാൽ ദൈവം ഓട്ടോമാറ്റിക്കലി നിങ്ങളെടുത്തിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്പോട്ടിൽ അവിടെ കൊണ്ടുപോയി അങ്ങ് വെക്കും. ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് എടുത്തു ഇത് ഇവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഡിസ്ഹാർട്ടൻഡ് ആവണ്ട, സങ്കടപ്പെടേണ്ട. ഇത് ഈ ഒരു ഷോയുടെ ഒരു പ്രൊസീജിയറായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് ഹാപ്പി ആയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രൊസീജിയർ തുടങ്ങാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വന്നേ. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും, നമ്മുടെ 24 കുട്ടികളും താന്നായിരുന്നു നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ഷാനിക്ക? നമ്മുടെ ഗോൾഡൻ മൈക്ക് പ്രിവിലേജ്, നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞ ആ ഒരു ഗോൾഡൻ മൈക്ക് പ്രിവിലേജ് എന്ന് പറയുന്നത്, ഈ ഗോൾഡൻ മൈക്ക് ഈ ഒരു ഷെഡ്യൂളിൽ കിട്ടിയ കുട്ടികൾക്ക് ഈ എലിമിനേഷനിൽ നിന്നും മാറി നിൽക്കാം. അപ്പൊ ഗോൾഡൻ മൈക്ക് കിട്ടിയ വൈഗ, അനുഷ്ക, നിവേദ്, ദേവിക, ആഗ്നസ്. പാട്ടിലേക്ക് വരുമ്പം ഇവളെ വെല്ലാൻ ആരുമില്ല എന്ന് അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനിക്ക് ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ നിൽക്കാന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, പറയാനായിട്ട് ഞങ്ങൾ 3 പേരും നിൽക്കുകയാണ്. മ്യൂസിക്കൽസിൽ വലിയൊരു സ്ഥാനമുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. അടിപൊളിയായിട്ട് പാടി കേട്ടോ, രക്ഷയില്ല. വെൽക്കം ദേവിക. അവള് പാടിയത് നേരെ ഇതിനകത്തോട്ടാണ്. വാട്ട് മേഡ് യു ക്രൈ? സോങ്ങിന്റെ എമോഷൻ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? പാട്ടിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അവള് പാടുമ്പോ ഭയങ്കരമായിട്ട്. ഇതാണ് ഈ മ്യൂസിക്കിന്റെ മാജിക്. നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം. ഓരോ ചെറിയ കാര്യങ്ങളും എനിക്കൊന്നും പറയാനില്ല. ഈ ഗോൾഡൻ മൈക്കിന്റെ പ്രിവിലേജ് ഇവിടെ തീരുകയാണ് കേട്ടോ. നിങ്ങൾ സേഫാണ്, നിങ്ങൾ 5 പേരും സേഫാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ പ്രേക്ഷകരുടെ അടുത്ത് പറയാം. ആദ്യം തന്നെ ഇവിടെ ഈ ഷോയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓരോ സ്റ്റേജിലും, അതായത് ഞാൻ വന്ന സമയത്ത് സ്റ്റേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും വന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈവൻ ഇപ്പോൾ ഈ ഗോൾഡൻ മൈക്കിൻ്റെ ഈ ഒരു പാട്ട് രാക്കിളി ആണേലും
പാടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ റിഹേഴ്സലിന് നെഞ്ചത്ത് കൈവച്ചപ്പോഴത്തേക്ക് ടക്ക് 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 നീടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതതിൻ്റെ വഴിക്ക് പോട്ടെന്ന് വിചാരിച്ച് പാടി. എന്തായാലും അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ്. അത് നമുക്കും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് തന്നെയാണ്. കൺഗ്രാചുലേഷൻസ് നിങ്ങൾക്ക് 5 പേർക്കും. അപ്പൊ ഗോൾഡൻ മൈക്ക് കിട്ടിയ ദേവിക, നിവേദ്, ആഗ്നസ്, വൈഗ ആൻഡ് അനുഷ്ക. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളെ സേഫ് ആണ്. ഒരു കാര്യം വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുകയാണ്, ഈ എലിമിനേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഗോൾഡൻ മൈക്ക് നിങ്ങളെ രക്ഷിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എനിവേസ് കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പോൾ ഗോൾഡൻ മൈക്ക് കിട്ടിയ 5 പേരിൽ നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പ് മാർക്കുള്ള ആളുണ്ട്, വൈഗ. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് മാർക്കുള്ള ആളും സേഫാണ്, അനുഷ്ക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്.